വർഷകാല സമ്മേളനത്തിന്റെ അവസാന ദിവസം വന്ദേമാതരം പാടുന്ന ഏതാനും മിനിറ്റ് മാത്രം ലോക്സഭയിലെത്തി പ്രധാനമന്ത്രിയും അമിത്ഷായും. വിവാദങ്ങൾക്ക് അമിത്ഷാ മറുപടി പറഞ്ഞില്ല. സമ്മേളിച്ച ഉടൻ തന്നെ മറ്റു നടപടികളിലേക്ക് കടക്കാതെ അനിശ്ചിതകാലത്തേക്ക് പിരിയുകയായിരുന്നു ലോക്സഭ. അതേസമയം അവസാന ദിവസവും രാജ്യസഭ പ്രക്ഷുബ്ധമായി. ഉത്തരാഖണ്ഡിലെ റാലിക്ക് പിന്നാലെ താൻ സംസാരിച്ച പ്രസംഗവേദിയിൽ ശുദ്ധീകരണം നടത്തിയത് മല്ലികാർജ്ജുൻ ഖർഗെ സഭയിൽ ഉന്നയിച്ചു. BJPയുടെ ദളിത് വിരുദ്ധ മനോഭാവമാണ് വെളിപ്പെട്ടതെന്നും ഖർഗെ തുറന്നടിച്ചു. रामलीला मैदान में रामलीला स्टेज पर भाषण किया और लाखों लोग वहां पर थे। उस वक्त मैंने किसी समाज का, किसी धर्म का नाम नहीं लिया। सिर्फ मैं लोगों के समस्याओं को वहां पर बताया। लेकिन मेरे स्पीच होने के बाद कल वो लोग, बीजेपी के लोग सब मिलके हवन करके उस स्टेज का शुद्धिकरण करने का काम किए। ये you might have read in the newspaper. Is it the way in democracy? How you are protecting the constitution? ഇത്തരം പ്രവർത്തികളെ ഒരു തരത്തിലും അംഗീകരിക്കുന്നില്ലെന്നും വിഷയം അന്വേഷിക്കുമെന്നും കേന്ദ്രമന്ത്രി JP നദ്ദ വിശദീകരിച്ചു. സംഭവത്തെ ചെയർമാൻ CP രാധാകൃഷ്ണൻ അപലപിച്ചു. അയിത്തം ഒരു പാപമല്ലെങ്കിൽ ഈ ലോകത്ത് മറ്റൊരു പാപമില്ലെന്ന ഉദ്ധരണി പരാമർശിച്ച് CP രാധാകൃഷ്ണൻ രാഷ്ട്രീയത്തിനും പ്രത്യയശാസ്ത്രത്തിനും അതീതമായി നടപടിയെ എതിർക്കുന്നതായും വ്യക്തമാക്കി. माननीय खड़गे जी ने कहा है, ये सच में बहुत ही दुखदाई विषय है और ये दुखदाई सिर्फ कांग्रेस पार्टी के लिए नहीं, ये दुखदाई हम सब के लिए है। क्योंकि खड़गे साहब ने कहा कि बीजेपी के लोग थे। मैं स्पष्ट करना चाहता हूं, यहां राष्ट्रीय अध्यक्ष जी भी बैठे हैं और मैं भी पूर्व राष्ट्रीय अध्यक्ष रहा हूं। बीजेपी डज नॉट सब्सक्राइब टू सच एक्टिविटीज। ഖനന നിയന്ത്രണ ബിൽ പാസാക്കി രാജ്യസഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞിട്ടുണ്ട്. വിവരങ്ങളുമായി ER രാഗേഷ് ചേരുകയാണ്. ER രാഗേഷ്, 19 ദിവസം നീണ്ടുനിന്ന സഭാ സമ്മേളനകാലം, അതിൽ തന്നെ വലിയ പ്രതിഷേധങ്ങൾ നടന്നു, വലിയ ചർച്ചകൾ ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ സമരങ്ങൾ പല രീതിയിലുള്ളത് കണ്ടു. അവസാന ദിവസം മാത്രമാണ് പ്രധാനമന്ത്രിയും അമിത്ഷായും സഭയിലേക്ക് എത്തുന്നത്. അതും അവസാന നിമിഷങ്ങളിലാണ് എത്തിയത്. രാജ്യസഭയിലും സമാനമായ രീതിയിലുള്ള പ്രതിഷേധ കാലമാണ് കടന്നുപോയത്. ഈ സമ്മേളന കാലത്തെ നമുക്ക് എങ്ങനെ വിലയിരുത്താം ഈ അവസാന ദിവസത്തിൽ? ഗൗതം, 19 ദിവസം നീണ്ടുവന്ന സിറ്റിംഗ് ആണ് നിശ്ചയിച്ചിരുന്നത്. ഈ 19 ദിവസവും ബഹളത്തിൽ മുങ്ങുന്നതാണ് വർഷകാല സമ്മേളനം കണ്ടത്. കാരണം സർക്കാർ വലിയ ആത്മവിശ്വാസമായാണ് ഈ സഭാ സമ്മേളനത്തിലേക്ക് എത്തിയതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ബംഗാളിൽ ആദ്യമായി ഭരണം പിടിച്ചു, അസമിൽ തുടർഭരണമുണ്ടായി. ഒപ്പം തന്നെ അംഗബലം നോക്കുകയാണെങ്കിൽ ലോക്സഭയിൽ നേരത്തെ 293 ആയിരുന്നു ഈ സഭാ സമ്മേളനത്തിന് മുൻപെങ്കിൽ അതിന് തൊട്ടു മുമ്പാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞത്. തൃണമൂൽ കോൺഗ്രസിലെയും ശിവസേനയും ഒക്കെ തന്നെ പിളർപ്പ് അത് സർക്കാരിന് അനുകൂലമായി. അങ്ങനെ ഏതാണ്ട് 319 അംഗങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് ഈ സർക്കാർ സഭാ സമ്മേളനത്തിൽ എത്തിയത്. പക്ഷേ ആദ്യ ദിവസം, സഭാ സമ്മേളനം ആരംഭിച്ച ആദ്യ ദിവസം ഡൽഹിയിലുണ്ടായ പോലീസ് നടപടി, വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടി കാര്യങ്ങളെ മാറ്റിമറിച്ചു എന്ന് മാത്രമല്ല, ഒരു മന്ത്രിക്ക് രാജിവെക്കേണ്ട സാഹചര്യം പോലും ഉണ്ടായി. പ്രത്യേകിച്ച് കഴിഞ്ഞ 12 വർഷത്തെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ ഒരു ക്യാബിനറ്റ് മന്ത്രിക്ക് ഇത്തരത്തിൽ പുറത്തു പോകേണ്ടി വന്നത് ഇത് ആദ്യമായാണ്. MJ അക്ബർ അടക്കമുള്ളവർ രാജിവെച്ചിട്ടുണ്ട്. പക്ഷേ ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിയായിരുന്നില്ല ധർമ്മേന്ദ്ര പ്രധാൻ. അങ്ങനെ ഈ ലാത്തി ചാർജിന്റെ 5-ാം ദിവസം രാജിവെക്കേണ്ടി വന്നു. മാത്രവുമല്ല, അതുവരെ അയോധ്യ അടക്കമുള്ള വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിരുന്നു കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളുടെ തീരുമാനമെങ്കിൽ ലാത്തി ചാർജോടുകൂടി നീറ്റ് അടക്കമുള്ള വിഷയങ്ങൾ വലിയ ആയുധമാക്കി. രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പ്രതിഷേധിക്കുന്നതും കണ്ടു. അങ്ങനെ പ്രതിപക്ഷത്ത് വലിയ ഊർജ്ജം ലഭിച്ച ഒരു സഭാ സമ്മേളനമാണ് ഇപ്പോൾ കടന്നു പോവുകയും ചെയ്തിട്ടുള്ളത്. സർക്കാരാണെങ്കിൽ പല പ്രധാനപ്പെട്ട ബില്ലുകളും പാസ്സാക്കുക എന്ന ലക്ഷ്യം മുൻപിലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ ബജറ്റ് സമ്മേളനത്തിൽ നടക്കാതെ പോയതാണ്, പാസ്സാക്കാൻ കഴിയാതെ പോയതാണ് വനിതാ സംവരണ ബില്ലും മണ്ഡല പുനർനിർണയ ബില്ലും. അത് വീണ്ടും കൊണ്ടുവരിക എന്ന ലക്ഷ്യം സർക്കാരിനുണ്ടായിരുന്നു. പക്ഷേ ബഹളത്തിൽ മുങ്ങിയതോടുകൂടി സർക്കാരിന് അതൊന്നും തന്നെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, FCRA ബിൽ JPCക്ക് വിടാനും സർക്കാർ നിർബന്ധിതരായി. അങ്ങനെ നോക്കുമ്പോൾ പ്രതിപക്ഷത്തെ സംബന്ധിച്ചൊരു വലിയ വിജയം ഇത്തവണ ഉണ്ടായി എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ അവസാന ദിവസം പോലും ലോക്സഭയിൽ പ്രധാനമന്ത്രിയും ഒപ്പം തന്നെ ആഭ്യന്തരമന്ത്രിയും എത്തി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ആവർത്തിച്ച് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്ന ചോദ്യവും ഈ രണ്ടുപേരും എവിടെ, ആഭ്യന്തരമന്ത്രി എവിടെ എന്നുള്ള ചോദ്യമായിരുന്നു. പക്ഷേ ഇന്ന് ലോക്സഭ
നടപടികളിലേക്കൊന്നും തന്നെ കടന്നില്ല. കാരണം അത് ഉറപ്പായിരുന്നു. കാരണം ബില്ലുകളൊന്നും തന്നെ ലോക്സഭയിൽ ലിസ്റ്റ് ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ വന്ദേ മാതരം ആലപിച്ച് സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുകയായിരുന്നു. രാജ്യസഭയാകട്ടെ ഇന്നും വലിയ ബഹളത്തിൽ കലാശിക്കുകയാണ് ചെയ്തത്. പ്രത്യേകിച്ച് 8-ാം തീയതിയാണ് നൈനിറ്റാൾ ജില്ലയിൽ, ഉത്തരാഖണ്ഡിലെ നൈനിറ്റാൾ ജില്ലയിൽ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പൊതുപരിപാടി. അതിനുശേഷം അവിടെ ശുദ്ധീകരണം BJP പ്രവർത്തകർ നടത്തി. അതിന് സഭയിൽ ഉന്നയിക്കുകയും BJPയുടെ ദളിത് വിരുദ്ധ മനോഭാവമാണ് ഇപ്പോൾ വ്യക്തമായതെന്ന് ഖർഗെ തുറന്നടിക്കുകയും ചെയ്തു. അതിനെ സഭ ഒന്നടങ്കം എതിർക്കുന്നതാണ് കണ്ടത്. JP നഡ്ഡ തന്നെ ഇത്തരത്തിലുള്ള നിലപാടുകളെ അല്ലെങ്കിൽ പ്രവർത്തികളെ ഒന്നും തന്നെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞു. CP രാധാകൃഷ്ണൻ ചെയർമാൻ തന്നെ ഈ നടപടികളൊക്കെ തന്നെ തള്ളിപ്പറയുന്നതും സഭ സാക്ഷ്യം വഹിക്കുകയും ചെയ്തു. ഏതായാലും 19 ദിവസത്തെ സിറ്റിംഗ് നോക്കുമ്പോൾ രാജ്യസഭയുടെ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് ഏതാണ്ട് 40% താഴെ മാത്രമാണ്. 39.17% മാത്രമാണ്. അതിലും കുറവ് പ്രൊഡക്ടിവിറ്റിയാണ് ലോക്സഭയിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. ഗൗതം. ശരി, ER രാഗേഷാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. എന്തായാലും 19 ദിവസം നീണ്ടുനിന്ന സിറ്റിംഗ് അവസാനിക്കുമ്പോൾ പ്രതിഷേധങ്ങളുടെ ഭാഗമായുള്ള നേട്ടം ഒരു മുൻകൈ നേടിക്കൊണ്ടാണ് പ്രതിപക്ഷം ഈ സഭാ സമ്മേളന കാലം അവസാനിപ്പിക്കുന്നതെന്നാണ് വിലയിരുത്താൻ കഴിയുന്നത്.